ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കേക്കാണ്. നമുക്ക് ബീഫ് കേക്ക് തയ്യാറാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു 2 മീഡിയം സൈസ് സവാള, ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത്, ആവശ്യത്തിന് ചേർക്കാൻ കറിവേപ്പില, 2 പച്ചമുളക്, ആവശ്യത്തിന് ചേർക്കാൻ ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ചേർക്കാൻ മല്ലിയില. ഞാനിവിടെ 250 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഒരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. നമ്മളിത് കോക്കനട്ട് ഓയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരല്പം നെയ്യും വേണം ആവശ്യത്തിന് യൂസ് ചെയ്യാൻ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ബീഫ് കേക്ക് തയ്യാറാക്കുവാൻ ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ബീഫ് മിക്സിയുടെ ജാറിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനൊന്ന് ഇത് പൊടിച്ചെടുക്കട്ടെ. നമ്മുടെ ബീഫ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ 4 എഗ്ഗ് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ്ഗും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കേക്കിനുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 സവാള എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇതിന്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബീഫ് കേക്കിനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബീഫ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കേക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലുള്ള ഒരു പരന്ന തവ എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു 2 മിനിറ്റ് നമുക്ക് ഈ തവ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു പാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ നെയ്യ് ഒന്ന് എല്ലാ പോർഷനിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കേക്കിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ഷേപ്പ് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കേക്ക് റെഡിയായി ഒന്നൊന്ന് തുറന്നു നോക്കാം. ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ഇതൊന്ന് കുത്തി നോക്കാം. ഒട്ടും തന്നെ ഇതിൽ ആയിട്ടില്ല. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് കേക്ക് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ കേക്ക് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പീസ് അല്ലേ ട്രൈ ചെയ്ത് നോക്കാറുള്ളത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു കേക്ക്. അതെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.